ഈ പബ്ലിക് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൈവറ്റ് മാർക്കറ്റിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങൾ തമ്മിലാണ് ടേംസ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സിലെ പ്രോഗ്രസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങളൊരു പ്രൈവറ്റ് ചട്ടക്കൂടിലാണ്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുറെ ചട്ടക്കൂടുകളിലായിരിക്കും. പക്ഷെ പബ്ലിക്കിൽ വരുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം വരും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ അതിന് റെഗുലേറ്റർ ഉണ്ട്, റെഗുലേറ്റർ ബോഡി, നമ്മുടെ SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന സെബി അവിടെ നിങ്ങൾക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ വയ്ക്കും. നിങ്ങളുടെ 3 മാസം കൂടുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സെയിൽ ഉണ്ടാക്കി, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള ഡീറ്റെയിൽസും, പിന്നെ ബാലൻസ് ഷീറ്റ്, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ഡോക്യുമെന്റും എല്ലാം ഈ പറഞ്ഞ ഈ 3 മാസം കൂടുമ്പോഴത്തേക്കും എക്സ്ചേഞ്ചിന് ഫയൽ ചെയ്യണം. ആ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യുന്ന ആ ഡേറ്റ പബ്ലിക്കിൽ അവൈലബിൾ ആവും. അതായത് പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എക്സ്ചേഞ്ചിൽ ഫയലിംഗ്സ് നോക്കിയിട്ട് ഇപ്പോൾ വ്യത്യസ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് സമറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അനലിസ്റ്റുകളും TV ചാനലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നു. ഒരു വർഷം കൂടുമ്പോൾ നിങ്ങളൊരു ആനുവൽ റിപ്പോർട്ട് എന്നൊരു ഡോക്യുമെന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ മൊത്തം വാർഷിക പ്രോഗ്രസ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ പലവിധത്തിലുള്ള നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള കുറെ ഓഡിറ്റ് കമന്റ്സ്, ഇയർലി ആയിട്ടുള്ള കുറെ ഡേറ്റ, ഇങ്ങനെയുള്ള കുറെ സാധനം സമറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആനുവൽ റിപ്പോർട്ടും കൂടെ പബ്ലിഷ് ചെയ്യേണ്ടി വരുന്നു.